സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാപ്പ നിയമം ലംഘിച്ച പ്രതിയെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. സൗത്ത് ചിത്താരി സ്വദേശി CK ഷഹീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. 1/4 കിലോയിലധികം MDMA പിടികൂടിയ കേസിൽ 3 പേർ കൂടി ബേക്കൽ പോലീസിന്റെ പിടിയിലായി. ഇതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം 6 ആയി. മുളിയാർ പോവൽ സ്വദേശി മുഹമ്മദ്, ഡാനിഷ് ചെങ്കള, ആലമ്പാടി സ്വദേശി അബ്ദുൽ ഖാദർ എന്നിവരാണ് പിടിയിലായത്. 23,038 പാക്കറ്റ് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടി. കാസർഗോഡ് ബീരൻബയൽ സ്വദേശി രാമാനന്ദ ചൌധരി എന്നയാളാണ് പിടിയിലായത്. കടൽക്ഷോഭത്തിൽ നിന്ന് തീരദേശ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP ഉദുമ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. കനത്ത മഴയെ പോലും വകവയ്ക്കാതെയാണ് പ്രവർത്തകർ ബേക്കലിൽ നിന്നും പ്രകടനവുമായി എത്തിയത്. 102 വയസ്സുള്ള മണ്ടേങ്ങാനത്തെ ചിരുതമ്മയ്ക്ക് നാടിന്റെ ആദരം. കോടോം വേളൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിൽ മണ്ടേങ്ങാനത്ത് താമസിക്കുന്ന 102 വയസ്സുള്ള ചിരുതമ്മയെയാണ് നാടൊന്നാക്കി ചേർന്ന് ആദരവ് നൽകിയത്. പുരുഷന്മാരുടെ കുത്തകയായ പൂരക്കളിയിൽ ചുവടുവെച്ച അങ്കനമാർ. കാസർഗോഡ് മടിക്കൈ നാദക്കോട്ട് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ വനിതാ കൂട്ടായ്മയാണ് പൂരക്കളി ശീലുകൾക്കൊപ്പം മനോഹരമായി ചുവടുവെച്ചത്. മികച്ച സാമൂഹിക പ്രവർത്തകർക്കുള്ള ഭാരത് സേവക സമാജം പുരസ്കാരം നേടി തിരിച്ചെത്തിയ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാതയ്ക്ക് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സഹകൗൺസിലർമാരാണ് സ്വീകരണം ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. കാപ്പ നിയമം ലംഘിച്ച പ്രതിയെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. സൗത്ത് ചിത്താരി സ്വദേശി CK ഷഹീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. കാപ്പ നിയമം ലംഘിച്ച പ്രതിയെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. സൗത്ത് ചിത്താരി സ്വദേശി CK ഷഹീറിനെയാണ് കണ്ണൂർ റേഞ്ച് DIGയുടെ കാപ്പ ഉത്തരവ് ലംഘിച്ച് പോലീസ് സ്റ്റേഷനിൽ തുടർച്ചയായി ഹാജരാകാത്തതിനാൽ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അജിത് കുമാർ P, സബ് ഇൻസ്പെക്ടർ ഷാർങ്ങാധരൻ AR, SCPO രാകേഷ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കാപ്പ നിയമപ്രകാരം കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ 6 മാസക്കാലത്തേക്ക് എല്ലാ ഞായറാഴ്ചയും സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മുൻപാകെ ഹാജരായി ഒപ്പ് രേഖപ്പെടുത്തേണ്ടിയിരുന്ന പ്രതി തുടർച്ചയായി സ്റ്റേഷനിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് നടപടി. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി ഉത്തരവ് പ്രകാരം റിമാൻഡിൽ പാർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഹോസ്ദുർഗ്. 1/4 കിലോയിലധികം MDMA പിടികൂടിയ കേസിൽ 3 പേർ കൂടി ബേക്കൽ പോലീസിന്റെ പിടിയിലായി. ഇതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം 6 ആയി. മുളിയാർ പോവൽ സ്വദേശി മുഹമ്മദ്, ഡാനിഷ് ചെങ്കള, ആലമ്പാടി സ്വദേശി അബ്ദുൽ ഖാദർ എന്നിവരാണ് പിടിയിലായത്. 1/4 കിലോയിലധികം MDMA പിടികൂടിയ കേസിൽ 3 പേർ കൂടി ബേക്കൽ പോലീസിന്റെ പിടിയിലായി. ഇതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം 6 ആയി. കാറിൽ MDMA കടത്തുകയായിരുന്ന 2 പേരെ വാഹനം ഉൾപ്പെടെ പിടികൂടിയിരുന്നു. മുളിയാർ പോവൽ സ്വദേശി മുഹമ്മദ് ഡാനിഷ്, ചെങ്കള ആലമ്പാടി സ്വദേശ് അബ്ദുൽ ഖാദർ എന്നിവരാണ് പിടിയിലായത്. ഇതിൽ തുടരന്വേഷണത്തിൽ കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശി സാദിഖ് അലി എന്നയാൾ കഴിഞ്ഞ ദിവസവും വയനാട് വെച്ചും പിടിയിലായിരുന്നു. അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചതോടെ 3 പേർ ബാംഗ്ലൂരിൽ വെച്ചാണ് പിടിയിലായത്. കണ്ണൂർ കൂത്തുപറമ്പ് അടിയറപ്പാറ സ്വദേശി മുഹമ്മദ് അജ്മൽ KP, പാലക്കാട് മണ്ണാർക്കാട് തെങ്കര സ്വദേശി ജംഷാദ് VP, ഫായിസ് PV എന്നിവരാണ് പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം ബേക്കൽ DYSP മനോജ് VV മേൽനോട്ടത്തിൽ ബേക്കൽ ഇൻസ്പെക്ടർ ശ്രീദാസ് MVയുടെ നേതൃത്വത്തിൽ SI സവേജ് ഹാജി, സബ് ഡിവിഷൻ സ്ക്വാഡ് അംഗങ്ങളായ സജീഷ്, സുഭാഷ് ചന്ദ്രൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 23,038 പാക്കറ്റ് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടി. കാസർഗോഡ് ബീരൻബയൽ സ്വദേശി രാമാനന്ദ ചൌധരി എന്നയാളാണ് പിടിയിലായത്. 23,038 പാക്കറ്റ് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടി.
പട്രോളിംഗ് ഡ്യൂട്ടിക്കിടയിൽ സമാന കേസിൽ ഉൾപ്പെട്ട ആളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുകയും ഇയാളെ ചോദ്യം ചെയ്തതിൽ ഇയാളുടെ മകൻ വീട്ടിൽ ലഹരി വസ്തുക്കൾ വിൽപ്പനയ്ക്കു വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വീടിനോട് ചേർന്ന റൂമിൽ 23,038 പാക്കറ്റ് ലഹരി വസ്തുക്കൾ കണ്ടെത്തുകയായിരുന്നു. കാസർഗോഡ് ബീരൻവയൽ സ്വദേശി രാമാനന്ദ ചൌധരി എന്നയാളാണ് പിടിയിലായത്. കാസർഗോഡ് ഡിവൈഎസ്പി സുനിൽ കുമാർ സിക്കെയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് സബ് ഇൻസ്പെക്ടർ ഷാജു AC, SCPO സതീശൻ P, ഗുരുരാജ എന്നിവർ ചേർന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പന നടത്തുന്ന ഇയാൾ മുൻപും സമാന കേസുകളിൽ പ്രതിയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കടൽക്ഷോഭത്തിൽ നിന്ന് തീരദേശ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട BJP ഉദുമ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച പ്രതിഷേധം സംഘടിപ്പിച്ചു. കനത്ത മഴയെ പോലും വകവയ്ക്കാതെയാണ് പ്രവർത്തകർ ബേക്കലിൽ നിന്നും പ്രകടനവുമായി എത്തിയത്. കടൽക്ഷോഭത്തിൽ നിന്ന് തീരദേശ മേഖലയെ സംരക്ഷിക്കണമെന്നും ജനങ്ങളുടെ ജീവനും വീടുകൾക്കും സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് BJP ഉദുമ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കടലാക്രമണത്തിൽ തകർന്ന തീരങ്ങളിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ കടലിലിറങ്ങി പ്രതിഷേധിച്ചു. റോഡ് ഉപരോധത്തിനിടെ അപ്രതീക്ഷിതമായി BJP പ്രവർത്തകർ കടലിൽ ഇറങ്ങി പ്രതിഷേധിച്ചത് പോലീസിനെ അമ്പരപ്പിച്ചു. തുടർന്ന് പ്രവർത്തകർ പ്രതിഷേധവുമായി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. പ്രതിഷേധിച്ച BJP പ്രവർത്തകരോട് പോലീസ് പിരിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും കനത്ത മഴയിൽ റോഡിൽ പ്രതിരോധം തീർക്കുകയായിരുന്നു. സമരപരിപാടി BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ MLA ആയിക്കോട്ടെ MP ആയിക്കോട്ടെ വേണ്ടത്ര രീതിയിൽ കാര്യക്ഷമമായിട്ട് ഇടപെടുന്നില്ല. അങ്ങനെ സർക്കാരും ഇടപെടുന്നില്ല, ജനപ്രതിനിധികളും ഇടപെടുന്നില്ല. ഇവിടുത്തെ ജനങ്ങളാകെ പരിഭ്രാന്തരാണ്. ഇവിടുത്തെ റോഡ് തന്നെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഈ പ്രക്ഷോഭമായിട്ട് വന്നിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി ഈ കടലിന്റെ മക്കളെ സംരക്ഷിക്കാൻ, തീരദേശത്തെ സംരക്ഷിക്കാൻ, KSTP റോഡ് സംരക്ഷിക്കാൻ, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മണ്ഡപങ്ങൾ സംരക്ഷിക്കാൻ, ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി അടിയന്തരമായിട്ട് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഇന്ന് ഈ സമരം നടത്തുന്നത്. തൃക്കണ്ണാട് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് പള്ളിവേട്ട നടക്കുന്ന മണ്ഡപം കടലൊഴുക്കാറായി. കൊടുങ്ങല്ലൂർ ദേവിയുടെ ഭണ്ഡാരവും കടലേറ്റത്തിൽ തകർന്നു. ചന്ദ്രഗിരി സംസ്ഥാന പാത കടലെടുക്കാൻ ഇനി മീറ്ററുകൾ മാത്രമാണ് ബാക്കി. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രവും കടലാക്രമണ ഭീഷണിയിലാണ്. ഇതിനെല്ലാം ശാശ്വത പരിഹാരം കാണണമെന്നതായിരുന്നു സമരക്കാരുടെ ആവശ്യം. ഉദുമ മണ്ഡലം പ്രസിഡന്റ് ഷൈനിമോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി N. ബാബുരാജ്, ഉദുമ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ തമ്പാൻ അച്ചേരി, സദാശിവൻ മണിയങ്കാനം എന്നിവർ സംസാരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രദീപ് M. കൂട്ടക്കനി സ്വാഗതം പറഞ്ഞു. ഉപരോധ സമരത്തിന് മണ്ഡലം സെക്രട്ടറി സൗമ്യ പത്മനാഭൻ, ഗജാൻജി VA രതീഷ്, ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് മധുസൂദനൻ, ജനറൽ സെക്രട്ടറി വിനൽ മുല്ലച്ചേരി, പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി നിതിൽ കൃഷ്ണ, പഞ്ചായത്ത് അംഗം വിനയൻ കോട്ടിക്കുളം എന്നിവർ നേതൃത്വം നൽകി. പിന്നീട് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കണ്ണാട്. 102 വയസ്സുള്ള മണ്ടേങ്ങാനത്തെ ചിരുതമ്മയ്ക്ക് നാടിന്റെ ആദരം. കോടോം ബേളൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിൽ മണ്ടേങ്ങാനത്ത് താമസിക്കുന്ന 102 വയസ്സുള്ള ചിരുതമ്മയെയാണ് നാടൊന്നാകെ ചേർന്ന് ആദരവ് നൽകിയത്. 102 വയസ്സുള്ള മണ്ടേങ്ങാനത്തെ ചിരുതമ്മയ്ക്ക് നാടിന്റെ ആദരം. കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിൽ മണ്ടേങ്ങാനത്ത് താമസിക്കുന്ന 102 വയസ്സുള്ള ചിരുതമ്മയെയാണ് നാടൊന്നാകെ ആദരിച്ചത്. കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡും വാർഡിന്റെ നേതൃത്വത്തിലുള്ള സായാഹ്നം വയോ ക്ലബ്ബുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആദരവ് പരിപാടി മുൻ MP P. കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. പഴയകാല കുടുംബബന്ധം എന്ന് പറഞ്ഞാല് മരുമക്കത്തായും ഒക്കെ ഉള്ള സമയത്ത് വലിയ കുടുംബങ്ങളായിരിക്കും. ആ വലിയ കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിക്കാനും ശാസിക്കാനും സന്തോഷിക്കാനൊക്കെ കഴിയുന്ന ഒരു വലിയ അന്തരീക്ഷം. പക്ഷേ നമ്മളെ ഇപ്പൊ മിക്ക കുടുംബങ്ങളിൽ രണ്ടാളും ഒക്കെ ഉണ്ടാവില്ല, 3-4 മക്കളുണ്ട്. കുറഞ്ഞു വരികയാണ്.
വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി കൃഷ്ണൻ, ഹോസ്ദുർഗ് ഹൌസിംഗ് സൊസൈറ്റി മുൻ പ്രസിഡന്റ് ബാലൂർ മാധവൻ നായർ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CDS വൈസ് ചെയർപേഴ്സണുമായ PL ഉഷ, മുൻ മെമ്പർ P നാരായണൻ, K രാമചന്ദ്രൻ മാസ്റ്റർ, P ജയകുമാർ എന്നിവർ സംസാരിച്ചു. PM രാമചന്ദ്രൻ സ്വാഗതവും നവീൻ രാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുരുഷന്മാരുടെ കുത്തകയായ പൂരക്കളിയിൽ ചുവടുവെച്ച് അങ്കനമാർ. കാസർഗോഡ് മടിക്കൈ നാദക്കോട്ട് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ വനിതാ കൂട്ടായ്മയാണ് പൂരക്കളി ശീലുകൾക്കൊപ്പം മനോഹരമായി ചുവടുവെച്ചത്. വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലും കഴകങ്ങളിലും പൂരോത്സവ നാളുകളിലാണ് പൂരക്കളി അരങ്ങേറാറുള്ളത്. പൊതുവെ പുരുഷന്മാർ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപം കൂടിയാണിത്. വളരെ അപൂർവമായി മാത്രമാണ് പൂരക്കളി ശീലിനൊപ്പം യുവതികൾ ചുവടുവെക്കാറുള്ളത്. മടിക്കൈ നാദക്കോട്ട് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ വനിതാ കൂട്ടായ്മയാണ് പൂരക്കളി പ്രദർശനത്തിന്റെ ഭാഗമായി പരമ്പരാഗതമായ രീതിയിൽ പൂരക്കളി ഇരടിക്കൊപ്പം ചുവടുവെച്ചത്. പൂരക്കളി കലാ അസോസിയേഷന്റെ 9ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായാണ് വനിതകളുടെ പൂരക്കളി അവതരിപ്പിച്ചത്. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 ദിവസങ്ങളിൽ നടക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് പൂരക്കളി. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കും. പൂരക്കളിയിൽ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങളും ചടങ്ങുകളും സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വ്യത്യസ്തതയുള്ളതാണ്. പൂരക്കളി പാട്ടുകളെ പൂരമാലകൾ അല്ലെങ്കിൽ 18 നിറങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പൂരമാലയിലെ 18 നിറങ്ങൾക്കും അതിൻ്റെതായ രാഗങ്ങളും ചുവടുകളുമുണ്ട്. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഭാരത് സേവക സമാജം പുരസ്കാരം നേടി തിരിച്ചെത്തിയ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാതയ്ക്ക് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സഹ കൗൺസിലർമാരാണ് സ്വീകരണം ഒരുക്കിയത്. മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഭാരത് സേവക് സമാജം പുരസ്കാരം നേടി തിരിച്ചെത്തിയ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാതയ്ക്ക് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സഹ കൗൺസിലർമാർ സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുകയും വിദ്യാഭ്യാസ മേഖലയിലെയും ലൈഫ് ഭവന പദ്ധതികളുടെയും മികച്ച ഇടപെടൽ നടത്തിയത് പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം ഏറ്റുവാങ്ങി. മാവേലി എക്സ്പ്രസിൽ കാഞ്ഞങ്ങാട്ടെത്തിയ പുരസ്കാര ജേതാവിന് സഹ കൗൺസിലർമാർ സ്വീകരണം നൽകി. മുതിർന്ന അംഗം H ശിവദത്ത് പൂച്ചെണ്ടു നൽകി സ്വീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K ലത, K അനീഷൻ, K പ്രഭാവതി, കൗൺസിലർമാരായ PV മോഹനൻ, C രവീന്ദ്രൻ, T ബാലകൃഷ്ണൻ, AK ലക്ഷ്മി, M ശോഭന, KV മായാകുമാരി, TV സുജിത് കുമാർ, ഫൗസിയ ഷെരീഫ്, പേഴ്സണൽ സ്റ്റാഫ് റസിക് അദ്യാമ്പൂർ എന്നിവർ പങ്കെടുത്തു. സാമൂഹ്യ പ്രവർത്തനത്തിലും ഏറെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച
ഈ ഒരു ടീച്ചർക്ക് കിട്ടിയ ഒരു അവാർഡ് നമ്മുടെ എല്ലാവരുടെയും ഒരു അഭിനന്ദനം അർഹിക്കുന്നതാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും ടീച്ചർക്ക് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സന് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിവാദ്യങ്ങൾ ഇതോടൊപ്പം അർപ്പിക്കുകയാണ്. അവാർഡ് വാങ്ങിച്ചതിനേക്കാളും വലിയൊരു സന്തോഷമാണ് ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ സ്വീകരണത്തിന്. കാരണം ഒരു ടീം വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഇതിന് തിരഞ്ഞെടുത്തത്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ നേട്ടങ്ങളെ ഇന്നലെ ആ അവാർഡ് ദാന വേദിയിൽ അതിൻ്റെ ഉദ്ഘാടകൻ ഉൾപ്പെടെ എടുത്തു പറയുകയുണ്ടായി. സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തെ ഉയർത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ദേശീയ തലത്തിൽ തന്നെ, കാരണം അവരുടെ സൈറ്റിനകത്ത് ഭാരത് സേവക് സമാജ് എന്ന സൈറ്റിനകത്ത് ഇനി എല്ലാ കാലവും നിലനിൽക്കത്തക്ക രൂപത്തിലേക്ക് കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഈ ഒരു കാലഘട്ടത്തിലെ നേട്ടങ്ങൾ എടുത്തു പറയത്തക്ക രൂപത്തിലുണ്ടാകും എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. സ്വീകരണം നൽകിയ സഹ കൗൺസിലർമാർക്കും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ ഒരു നേട്ടം കൈവരിക്കാൻ സഹായിച്ച മുഴുവൻ കൗൺസിലർമാർക്കും ജീവനക്കാർക്കും പൊതുപ്രവർത്തകർക്കും നാട്ടുകാർക്കും നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത നന്ദി അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരു വർഷത്തിൽ എല്ലാ സമയത്തും പച്ചക്കറികൾ വിളവെടുക്കാനാകുന്ന രീതിയിൽ ജൈവ കൃഷി ഉൽപ്പാദിപ്പിക്കാൻ CPM നിയന്ത്രണത്തിലുള്ള സംയോജിത കൃഷി പദ്ധതിക്ക് കാലിക്കടവിൽ തുടക്കമായി. വിഷരഹിത ജൈവ കൃഷി എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം M രാജഗോപാലൻ MLA നിർവഹിച്ചു. ഓണത്തിനും വിഷുവിനും ശീതകാലത്തും കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷി ചെയ്യുക എന്നതാണ് പ്രധാന ഉദ്ദേശം. വെണ്ട, പയർ, വഴുതിന, പച്ചമുളക് എന്നിവ മഴക്കാല കൃഷിയായും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ശീതകാല കൃഷി വിളവെടുക്കുന്ന തരത്തിൽ മത്തൻ, കുമ്പളം, പാവയ്ക്ക, അമര അടങ്ങിയ ഇനങ്ങളും അടുത്ത വർഷം ഫെബ്രുവരിയിൽ വിഷു വിളവ് ലക്ഷ്യമിട്ടും കൃഷിയിറക്കും. മുഴുവൻ വീടുകളിലും ജൈവ കൃഷി ചെയ്യുന്നതിനുള്ള പ്രേരണയുണ്ടാക്കുന്നതിനായി തൃക്കരിപ്പൂർ ഏരിയയിൽ 10,000-ൽ പരം പച്ചക്കറി തൈകൾ വിതരണം ചെയ്യും. കാർഷിക പാരമ്പര്യം നിലനിർത്തുന്ന തരത്തിൽ കുട്ടികൾക്ക് വീടുകളിൽ കൃഷി ചെയ്യാൻ പച്ചക്കറി തൈകൾ വിവിധ സ്കൂളുകൾ വഴി നൽകും. കാലിക്കടവിൽ 1/2 ഏക്കർ സ്ഥലത്ത് നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം M രാജഗോപാലൻ MLA നിർവഹിച്ചു. പിൻബലം നൽകിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം LDF എന്ന നിലയിൽ നേതൃത്വം നൽകുന്ന CPIM സംബന്ധിച്ചിടത്തോളം ഈ ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ ഇടപെടലാണ് പോയ വർഷങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർഷക സംഘടന എന്നുള്ള രീതിയിലാകട്ടെ, പതിവ് സാധാരണ സമര സംഘടനാ പ്രവർത്തനങ്ങളും കൃഷിക്കാരുടെ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് പരിഹാരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെല്ലാം നടത്തുന്നതോടൊപ്പം തന്നെ വളരെ ശാസ്ത്രീയമായി കാലോചിതമായി നവീന കൃഷി രീതി ഉൾപ്പെടെ പഠിച്ചുകൊണ്ട് കൃഷിക്കാർക്കിടയിൽ അവരെ ബോധവൽക്കരിക്കുന്നതിനും കാർഷിക മേഖല ശാക്തീകരിക്കുന്നതിനും ഉതകുന്ന രീതിയിലേക്കുള്ള പ്രായോഗികമായിട്ടുള്ള ഇടപെടലുകളിലേക്ക് കൂടി കർഷക സംഘം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സംയോജിത കൃഷി സംഘാടക സമിതി ചെയർമാൻ N രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, കർഷക സംഘം ജില്ലാ സെക്രട്ടറി P ജനാർദ്ദനൻ, E കുഞ്ഞിരാമൻ, P കുഞ്ഞിക്കണ്ണൻ, PK ലക്ഷ്മി, P രേഷ്ന, PV ചന്ദ്രൻ, K പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. KCB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ജില്ലാ വാർഷിക സമ്മേളനം നടന്നു. പുതിയകോട്ട ഫോർട്ട് വിഹാർ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. പെൻഷൻകാർക്ക് കുടിശ്ശികയുള്ള 6 ഗഡു ക്ഷമാശ്വാസം വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് M ഡേവിഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിരാവിലെ തന്നെ 10 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് അണിനിരത്തി അതിനെതിരെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് സംഘടനകളൊക്കെ ശക്തമായ സംഘടനകളൊക്കെ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ എത്തിക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കോടതി മുമ്പാകെ അതിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശ്രീ വിമൽസൻ സൂചിപ്പിക്കും. ഇന്നലെ അതിൻ്റെ കേസുണ്ടായിരുന്നു. ഇന്നലെയുടെ അടുത്ത മാസം 21 എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തേണ്ട അവസ്ഥയിലേക്കാവില്ല. ജില്ലാ പ്രസിഡന്റ് രാഘവൻ കുളങ്ങര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി AV വിമൽ ചന്ദ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി KV സുരേഷൻ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ടും P ജയചന്ദ്രൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. വടക്കൻ മേഖലാ സെക്രട്ടറി PV ദിനേശ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ജയൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗം ജോസഫ് കളരിമുറിയിൽ എന്നിവർ സംസാരിച്ചു.
രാജൻ മുടിക്കാനം, മോഹന KV, ശശി തോമസ്, M. ബാലചന്ദ്രൻ തുടങ്ങിയവർ സംഘടനാ ചർച്ചയിൽ പങ്കെടുത്തു. KV സുരേഷൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജനകൻ KV നന്ദിയും പറഞ്ഞു. പുതിയ ജില്ലാ പ്രസിഡന്റായി P. കുമാരനെയും സെക്രട്ടറിയായി സുരേഷൻ KVയെയും ട്രഷററായി U. ആനന്ദനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശാസ്ത്രഗണിതാശയങ്ങളുടെ രൂപീകരണത്തിനും പ്രയോഗവൽക്കരണത്തിനുമായി സർവശിക്ഷ കേരള കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സഹകരണത്തോടെ ആരംഭിച്ച സ്റ്റാർസ് ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് MLA ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്ര ഗണിതാശയങ്ങളുടെ രൂപീകരണത്തിനും പ്രയോഗവൽക്കരണത്തിനുമായി സർവശിക്ഷ കേരള കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സഹകരണത്തോടെ അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ ആരംഭിച്ച സ്റ്റാർസ് ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് MLA ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനകത്തുള്ള വിവിധ കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമികമായിട്ട് വിശദീകരണങ്ങൾ നമ്മുടെ ജില്ലാതലത്തിൽ നടത്തുകയും ചെയ്തു. കൂടുതൽ വിശദീകരണം കൂടെ നടത്തും. ഇത് പ്രധാനമായും ഇവിടെ നടക്കുന്നത് സർവശിക്ഷ കേരളയിൽ നമ്മുടെ കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. ഈ ചെറിയ ക്ലാസുകളിൽ വെച്ച് തന്നെ കുട്ടികൾക്ക് പല ആശയങ്ങളും പഠിക്കുന്നു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഫോം ബോർഡ് ഫർണിച്ചർ നിർമ്മാണം, LED ബൾബ് നിർമ്മാണം, വയറിംഗ് എന്നീ ശില്പശാലകൾ സംഘടിപ്പിച്ചു. കുട്ടികൾ വർക്ക്ഷോപ്പിൽ തയ്യാറാക്കിയ LED ബൾബുകൾ വയറിംഗ് പൂർത്തിയാക്കി അവർ തന്നെ പ്രകാശിപ്പിച്ച് കാണിച്ചത് നവ്യാനുഭവം പകർന്നു. ചടങ്ങിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ശോഭ അധ്യക്ഷത വഹിച്ചു. ബേക്കൽ AEO VK സൈനുദ്ദീൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാസർഗോഡ് DPC VS ബിജുരാജ് പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലക്ഷ്മി തമ്പാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ, ബേക്കൽ BPC അബ്ദുൽ സലാം, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ K. രവീന്ദ്രൻ, അശോകൻ ഇട്ടമൽ, ഇബ്രാഹിം ആവിക്കൽ, PTA പ്രസിഡന്റ് ജാഫർ പാലായി, MPTA പ്രസിഡന്റ് രമ്യ സുനിൽ, SMC ചെയർമാൻ ഷഫീഖ് ആവിക്കൽ, വികസന സമിതി ചെയർമാൻ K. രാജൻ, കൺവീനർ AP രാജൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് നൌഷാദ് കൊത്തിക്കാൽ, സെക്രട്ടറി രാജേഷ് കാറ്റാടി, ട്രഷറർ A. ഹമീദ് ഹാജി, ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് VV സുഹാസ്, റഹ്മാനിയ ജുമാ മസ്ജിദ് പ്രസിഡന്റ് A. അബ്ദുള്ള, CRC കോർഡിനേറ്റർ T. പത്മരാജ്, അഹമ്മദ് കിർമാനി, CH അഷ്റഫ്, C. സുലൈഖ, K. സജിത, K. സന്ധ്യ എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ V. മോഹനൻ സ്വാഗതവും ക്രിയേറ്റീവ് കോർണർ ഇൻചാർജ് P. ധന്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടി അമ്മ ദേവസ്ഥാനം കളിയാട്ടം 2026 ജനുവരി 24, 25, 26 തീയതികളിൽ നടക്കും. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. നീണ്ട 8 വർഷത്തിനു ശേഷം പുതിയ ഖണ്ഡം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് നടന്ന കളിയാട്ട മഹോത്സവത്തിന്റെ വിജയത്തിനായി ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. സാഹിത്യകാരൻ സുകുമാരൻ പെരിയച്ചൂർ ഉദ്ഘാടനം ചെയ്തു. അടിയാർക്കാവ് സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ഒരു മീറ്റിംഗ് ഇവിടെ വെച്ച് നടക്കുകയാണ്. 2012 ജൂലൈ 22-ാം തീയതി, എന്ന് വെച്ചാൽ 13 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് ജൂലൈ 13. ഈ 13 എന്ന അക്കം ബ്രിട്ടീഷുകാർക്ക്, യൂറോപ്യന്മാർക്ക് 13 എന്ന അക്കത്തിനെ അവർ അൺലക്കി നമ്പർ എന്നാണ് പറഞ്ഞത്. ഭാഗ്യമില്ലാത്ത നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രികൾക്കൊന്നും 13 എന്ന നമ്പർ വെക്കണം. കാവ് സംക്രമ പൂജാ സമിതി പ്രസിഡന്റ് മോഹൻദാസ് അടിയാർക്കാവ് അധ്യക്ഷത വഹിച്ചു. പത്മനാഭൻ നാലപ്പാടം, ജനാർദ്ദനൻ, K. കുഞ്ഞിക്കണ്ണൻ സൗത്ത്, കുഞ്ഞിക്കണ്ണൻ അതിയാമ്പൂർ, സുധാകരൻ കൊള്ളിക്കാട്, CK കണ്ണൻ കൊടവലം, P. ബാലകൃഷ്ണൻ, നാരായണൻ മൂലക്കണ്ടം, P. അരവിന്ദാക്ഷൻ, T. രമേശൻ വാഴക്കോട്, ബാബു കോട്ടപ്പാറ, അനിൽ പുളിക്കാൽ, ഗിരിജ രാജു, കൃപാ ഭരതൻ, പത്മിനി ടീച്ചർ, KP കരുണാകരൻ, വിദ്യാധരൻ കാട്ടൂർ എന്നിവർ സംസാരിച്ചു.
രമേശൻ പുതിയകണ്ഠം സ്വാഗതവും ഭരതൻ കണ്ടത്തിൽ നന്ദിയും പറഞ്ഞു. മുഖ്യരക്ഷാധികാരി ചന്ദ്രബാബു മേലടുക്കം, അടിയാർക്കാവ് കർമ്മി രാജു പാണത്തൂർ, അനിൽ കല്യാൺ റോഡ്, തറവാട്ടംഗങ്ങളായ സുനിൽ ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു. പരിപാടിയിൽ സാഹിത്യകാരൻ പത്മനാഭൻ നാലപ്പാടം, നാടകനടൻ CK കണ്ണൻ കൊടവലം, പ്രവാസി വ്യവസായി ജനാർദ്ദനൻ പുല്ലൂർ, സാമൂഹ്യ പ്രവർത്തകൻ രതീഷ് അതിയാമ്പൂർ എന്നിവരെ ആദരിച്ചു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായി കുമാരൻ കോമരത്തിനെ രക്ഷാധികാരിയായും ജനാർദ്ദനൻ പുല്ലൂരിനെ ചെയർമാനായും സുകുമാരൻ പെരിയച്ചൂർ, സുധാകരൻ കൊള്ളിക്കാട് എന്നിവരെ വർക്കിംഗ് ചെയർമാൻമാരായും, രമേശൻ പുതിയകണ്ഠത്തിനെ ജനറൽ കൺവീനറായും, സുനിൽകുമാർ കല്യാൺ റോഡിനെ കൺവീനറായും, മോഹൻദാസ് അടിയാർക്കാവിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. 2026 ജനുവരി 24, 25, 26 തീയതികളിലായാണ് കളിയാട്ടം നടക്കുന്നത്. ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങൽ സംക്രമ ദിനമായ 16 രാവിലെ 11 മണിക്ക് കാവിൽ വെച്ച് നടക്കും. ഇന്ത്യൻ ഫുട്ബോൾ താരം മാളവികയെ ചടങ്ങിൽ വെച്ച് ആദരിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വ്യത്യസ്ത മേഖലകളിൽ പുരസ്കാരങ്ങൾ നേടിയവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഗ്രന്ഥശാല അംഗീകാരം നേടിയവരെയും തൃക്കരിപ്പൂർ KMK സ്മാരക കലാസമിതി നേതൃത്വത്തിൽ അനുമോദിച്ചു. പി കോരൻ മാസ്റ്റർ വജ്ര ജൂബിലി ഹാളിൽ നടന്ന അനുമോദന സദസ്സ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു ഉദ്ഘാടനം ചെയ്തു. പൂരക്കളി അക്കാദമി അവാർഡ് ജേതാക്കളായ തങ്കയത്തെ പനക്കീൽ കണ്ണൻ, ഒളവറയിലെ KV കൃഷ്ണൻ, ഇളമ്പച്ചിയിലെ കാനക്കീൽ കമലാക്ഷൻ പണിക്കർ, ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം നേടിയ കക്കുന്നം പത്മനാഭൻ പണിക്കർ, ബാലചന്ദ്രൻ നീലേശ്വരം സ്മാരക മാധ്യമ പുരസ്കാരം നേടിയ P ശില്പ, പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഇടയിലക്കാട്ടിലെ O രാജൻ എന്നിവരെയും ലൈബ്രറി കൌൺസിൽ താലൂക്ക് തലത്തിൽ മികച്ച ബാലവേദി വായനാ വെളിച്ചം കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട PP ശിവനന്ദ, മികച്ച ഗ്രന്ഥാലയത്തിനുള്ള പുരസ്കാരം നേടിയ ഉളിയം കടവ് P കോരൻ മാസ്റ്റർ സ്മാരക ഗ്രന്ഥാലയത്തെയും അനുമോദിച്ചു. അനുമോദന സദസ്സ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒക്കെ വ്യതിചലിച്ച് പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ജനാധിപത്യമായാലും മതേതരത്വമായാലും അതൊക്കെ വിള്ളൽ സംഭവിച്ചുകൊണ്ട് അതിൻ്റെ മൂല്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു കാലഘട്ടത്തിലും KMK കലാസമിതി വർഷങ്ങൾ പിന്നിടുമ്പോഴും ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയോടും അതിൻ്റെ ഭംഗിയോടും നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കലാസമിതിയാണ്. ഇന്ന് നമുക്ക് തൃക്കരിപ്പൂരിൽ ഒരു കാലത്ത് ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ടായി, ക്ലബ്ബുകൾ. എന്നാൽ ഇന്ന് അതൊക്കെ എണ്ണം പറഞ്ഞ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. KMK കലാസമിതി പ്രസിഡന്റ് PP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ സുജീഷ് പിലിക്കോട് ഉപഹാര സമർപ്പണവും അനുമോദന പ്രഭാഷണവും നടത്തി. ഹോസ്ദുർഗ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുരേന്ദ്രൻ മീലിയാട്ട്, KMK കലാസമിതി സെക്രട്ടറി K ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി K അമ്പു, വനിതാ പ്രസിഡന്റ് സുസ്മിത ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അനുമോദനം ഏറ്റുവാങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെയും മറ്റും കാൽ കഴുകിച്ചുവെന്നാരോപിച്ച തൃക്കരിപ്പൂർ പേക്കടത്തെ ചക്രപാണി വിദ്യാമന്ദിരത്തിലേക്ക് DYFI തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ചിൽ യുവതികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പ്രാകൃത കാലത്തേക്ക് മടങ്ങാനുള്ള സംഘപരിവാർ നീക്കമാണ് നടക്കുന്നതെന്ന് ആരോപണമുന്നയിച്ചാണ് DYFI മാർച്ച് നടത്തിയത്. ടൗണിലെ AB ഇബ്രാഹിം മാസ്റ്റർ മന്ദിര പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ചക്രപാണി വിദ്യാമന്ദിരത്തിലേക്കുള്ള കവാടത്തിനടുത്ത് ചന്ദേര SI GO സദാനന്ദന്റെ നേതൃത്വത്തിൽ പോലീസ് വടം കെട്ടി തടഞ്ഞു. DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി AV ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സ്വാഗത ഭാഷണത്തിൽ, അധ്യക്ഷ ഭാഷണത്തിലും എന്തിനാണ് DYFI ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതിനെ സംബന്ധിച്ച് സവിസ്തരം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരങ്ങളിൽ, കേരളം എന്ന് കേട്ടാൽ ചൊരത്തിളക്കണം ഞരമ്പുകളിൽ എന്ന് ആപ്തവാക്യമായി ഈ നാടും സംസ്കൃതിയും ഏറ്റെടുത്തു പോയ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നാണ് തീർത്തും കലുഷിതമായ സാമൂഹിക സാംസ്കാരിക രംഗത്ത് കളങ്കിതമാക്കി തീർക്കുന്ന നിലയിലേക്കുള്ള പുതിയ കാലഘട്ടത്തിലെ RSSന്റെയും BJPയുടെയും കാവ്യവൽക്കരണത്തിന്റെ മറ്റൊരു ദൃഷ്ടാന്തമായി DYFI ബ്ലോക്ക് പ്രസിഡന്റ് ഉമേഷ് പിലിക്കോട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് K കനേഷ്, ബ്ലോക്ക് സെക്രട്ടറി CV ശരത്, ട്രഷറർ KV യദു, SFI ഏരിയ സെക്രട്ടറി കാർത്തിക് രാജ്, K ബജിത്, ആര്യ M ബാബു, സിദ്ദുലാൽ, KV ശോഭിത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനമൊരുക്കി അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. സ്കൂളിലെ ആദ്യ ബാച്ചുകളുടെ കൂട്ടായ്മയായ ഇക്ബാലിയൻസ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് അനുമോദനം നൽകിയത്. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കഴിഞ്ഞ വർഷം SLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും ഇതര മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച കുട്ടികളെയും സ്കൂളിലെ ആദ്യ ബാച്ചുകളുടെ കൂട്ടായ്മയായ ഇക്ബാലിയൻസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന അനുമോദിച്ച് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് പാലക്കി അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ MBM അഷ്റഫ് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം 1968 മുതൽ 73 വരെയുള്ള 4 വർഷത്തെ ബാച്ച് അവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ഈ സ്കൂളിൻ്റെ തുടക്കകാലത്ത് ഈ സ്ഥാപനത്തിനെ ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ വളരെയേറെ പ്രയത്നിച്ച പല പ്രിയപ്പെട്ടവരുമാണ് ഈ മുമ്പിലിരിക്കുന്നത്. അവർ തന്നെയാണ് ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കേണ്ടതും അതുപോലെ കുട്ടികളെ ആദരിക്കേണ്ടതും അവർ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. സെക്രട്ടറി PC സുരേന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ പുഷ്പ റാണി ജോർജ്, പ്രധാനാധ്യാപകൻ അബ്ദുൾ റഹ്മാൻ, A ഹമീദ് ഹാജി, EK മൊയ്തീൻ കുഞ്ഞി, P വേണുഗോപാലൻ നായർ, KC ഹംസ, KK അബ്ദുള്ള, മുൻ PTA പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. സംഘടനയുടെ വകയായി പരിപാടിയോടനുബന്ധിച്ച് വിദ്യാർത്ഥിനികൾക്കായി സൈക്കിളുകളും സമ്മാനമായി നൽകി. VV അബ്ദുൾ അസീസ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരളം ഭരിക്കുന്ന ഇടതു സർക്കാരിനോടുള്ള പ്രതിഷേധമാണ് എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും അവർ വലിയ മാർജിനിൽ പരാജയപ്പെടാൻ കാരണമായതെന്ന് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രിയദർശിനി മന്ദിരത്തിൽ നടത്തിയ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു കാലഘട്ടത്തിലുമില്ലാത്ത പ്രവർത്തനങ്ങൾക്കാണ്, മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കാണ് KPCC ഇപ്പോൾ നേതൃത്വം കൊടുത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും മണ്ഡല കോൺഗ്രസ് കമ്മിറ്റികളുടെയും വാർഡ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെയും എല്ലാം നേതൃത്വത്തിൽ മുമ്പോട്ട് പോകും. കാരണം നമ്മുടെ നേതാക്കൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് നമുക്ക് തദ്ദേശ സ്വയംഭരണ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ കോൺഗ്രസിനും UDFിനും അനുകൂലമായ നമുക്ക് വിജയമുണ്ടായിരുന്നു. 2016 വലിയ നേട്ടം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് ജനങ്ങൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി KV സുധാകരൻ, UDF നിയോജകമണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C രവി, K ശ്രീധരൻ മാസ്റ്റർ, K ശശി, K അശോകൻ, അജിത് തൈക്കൽ എന്നിവർ സംസാരിച്ചു. മിഷൻ 2025 റിസോഴ്സ് പേഴ്സൺമാരായ KV രാമചന്ദ്രൻ, കരിച്ചേരി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കളെ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് അനുമോദിച്ചു. കേന്ദ്ര സർവകലാശാലയിൽ നിന്നും MSc കെമിസ്ട്രിയിൽ 1ാം റാങ്ക് നേടിയ ശ്രേയ ശ്രീജിത്ത്, MTech എഞ്ചിനീയറിംഗിൽ നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിൽ നിന്നും ഗോൾഡ് മെഡൽ നേടിയ ശ്രീരഞ്ജിനി, +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടിയ ദേവിക എന്നിവരെയും അനുമോദിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ V ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ആ സംഘത്തിന്റെ പ്രവർത്തന വ്യക്തി ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും കുട്ടികളിൽ ഉണ്ടാവേണ്ട ശ്രദ്ധയെക്കുറിച്ചുമൊക്കെ ശുഭ ടീച്ചറും രാജേഷ് മാഷുമൊക്കെ വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പല രീതിയിലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന പല മാധ്യമങ്ങളും വലിയ രീതിയിൽ കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെയൊക്കെ തിരിച്ചറിയാനും എന്താണ് നമ്മുടെ സമൂഹം എന്നുള്ളതും ഈ സമൂഹത്തിനകത്ത് എന്ത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള
ഒരു പരിശോധന നടത്താൻ കഴിയുന്ന രീതിയിലേക്കുള്ള. ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ അധ്യക്ഷത വഹിച്ചു. കവയിത്രി CP ശുഭ, CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ, കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി മൂലക്കണ്ടം പ്രഭാകരൻ, കാഞ്ഞങ്ങാട് സഹകരണ പരിശീലന കോളേജ് പ്രിൻസിപ്പൽ PV രാജേഷ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് V ഗിനീഷ്, ഭരണസമിതി അംഗങ്ങളായ ഗോപാലൻ വേലാശ്വരം, അശോകൻ മാണിക്കൊത്ത്, രമേശൻ ഗാർഡർ വളപ്പ്, ബിന്ദു മടിയൻ, K ഉഷ, സെക്രട്ടറി VV ലേഖ, മാനേജർ M സതീശൻ, കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KV വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. MP ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കാലിയടുക്കം പട്ടികവർഗ ഉന്നതിക്ക് MP-യുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പണി പൂർത്തിയായ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. നിങ്ങളെപ്പോലെ അവിടുത്തെ ബിൽ കമ്മ്യൂണിറ്റി, അവിടുത്തെ ആദിവാസികളായ ആളുകളെ ബിർള എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സിമെന്റ് ഫാക്ടറി ആരംഭിച്ച് പാറ പൊട്ടിക്കുന്ന വഴി അവിടുത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതം, അവിടുത്തെ ജനങ്ങളെല്ലാം കൂടി സ്പീക്കർക്ക് ഒരു പരാതി അയച്ചു. ആ പരാതി പെറ്റീഷൻ കമ്മിറ്റി പരിശോധിക്കാനായി ഞങ്ങളെ ചുമതലപ്പെടുത്തി. 2 ദിവസം രാജസ്ഥാനിലെ ഉദയ്പൂരിലായിരുന്നു. 20 ലക്ഷം രൂപയുടെ കമ്മ്യൂണിറ്റി ഹാൾ പണിയുന്നതിനുള്ള ഭൂമി സൗജന്യമായി വിട്ടു നൽകിയ കാലിയടുക്കം വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തിന്റെ ഭാരവാഹികളെ MP ഉപഹാരം നൽകി ആദരിച്ചു. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ഒരു പട്ടികവർഗ ഉന്നതിക്ക് ആദ്യമായാണ് MP ഫണ്ടിൽ നിന്നും ഇത്രയും തുക ലഭിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ പറഞ്ഞു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് A കാർത്തിയായനി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് MK ബാബുരാജ്, പഞ്ചായത്ത് അംഗങ്ങളായ T അംബിക, T രാമകൃഷ്ണൻ നായർ, സുമ കുഞ്ഞികൃഷ്ണൻ, C കുഞ്ഞിരാമൻ, പത്മകുമാർ മോര്യാനം, P നാരായണൻ, C ശശിധരൻ, A ബിന്ദു, K കുമാരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാലിച്ചാനടുക്കം NSS കരയോഗം വാർഷിക പൊതുയോഗം നടന്നു. ഭരണസമിതി തെരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു. കാലിച്ചാനടുക്കം NSS കരയോഗം വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കരിച്ചേരി പ്രഭാകരൻ നായർ ഉദ്ഘാടനവും കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുക്കുവാനുള്ള ഒരു യോഗമാണ് ഇവിടെ നടക്കുന്നത്. ഹയർ സെക്കൻഡറി സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് 6000-ഓളം കരയോഗങ്ങളുണ്ട്. ചുരുക്കം ചില കരയോഗങ്ങൾ പ്രവർത്തന സജ്ജമല്ല എങ്കിൽ പോലും ഒരു 5500-ലധികം കരയോഗങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്ന കരയോഗങ്ങൾ തന്നെയാണ്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ, ചില കരയോഗങ്ങൾ വീടിന് മാത്രം പ്രവർത്തിക്കുന്നതും ചില കരയോഗങ്ങൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നതും ഒക്കെ ഉണ്ടാവും. NSS കരയോഗം കാലിച്ചാനടുക്കം ജോയിന്റ് സെക്രട്ടറി രാജേന്ദ്രൻ നമ്പ്യാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജയപ്രകാശ് സംഘടനാ കാര്യം വിശദീകരിച്ചു. P നാരായണൻ നായർ, P രാജകുമാരൻ നായർ, ധന്യ എന്നിവർ സംസാരിച്ചു. NSS കരയോഗം കാലിച്ചാനടുക്കം സെക്രട്ടറി MP രജീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. NSS കരയോഗം കാലിച്ചാനടുക്കം പ്രസിഡന്റ് മോഹനൻ KP അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാലിച്ചാനടുക്കം. പെരിയ പരപ്പക്കിട്ട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ഭക്തജന സംഗമം സംഘടിപ്പിച്ചു. നിധി സ്വരൂപണോദ്ഘാടന പരിപാടിയും നടന്നു. പെരിയ പരപ്പക്കിട്ട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ഭക്തജന സംഗമവും നിധി സ്വരൂപണോദ്ഘാടനവും നടന്നു. ചടങ്ങിൽ മുഖ്യരക്ഷാധികാരി P ഗംഗാധരൻ നായർ പരപ്പക്കിട്ട് ഭദ്രദീപം തെളിയിച്ചു. ചടങ്ങ് ഗുജറാത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറുനാടൻ മലയാളിയും ആത്മീയ ജീവകാരുണ്യ പാരിസ്ഥിതിക പ്രവർത്തകനുമായ ഡോക്ടർ KR നായർ ഉദ്ഘാടനം ചെയ്തു. ഞാനിപ്പോൾ വരുമ്പോൾ കണ്ടൊരവസ്ഥ, ഈ തെക്കിൽ പാലായിട്ട് വരുന്ന സമയത്ത് കണ്ടൊരവസ്ഥ കാണുമ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, സെക്കൻഡ് വയനാട്ടിൻ്റെ അവസ്ഥ ഇവിടെയാണ് ഇനി ആവാൻ പോകുന്നുള്ളത് കേട്ടോ. ഇപ്പോൾ നോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി വരും കാലത്ത് പറയാൻ പറ്റും, ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ഇയാൾ പറഞ്ഞാണ് ഇപ്പോൾ സംഭവിക്കുന്നുള്ളത്. ഞാൻ ഉള്ളത് മുമ്പ് പറഞ്ഞിട്ടുള്ളതെല്ലാം അതുപോലെ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്നൊരു വയനാട്ടിൻ്റെ ഒരു അവസ്ഥ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പ്രാകൃതിക ശക്തികളെ ആരാധിച്ചുകൊണ്ട് പ്രകൃതിയെ നമ്മൾ ഉപദ്രവിക്കാത്ത കണ്ട് ഇവിടെ മഹാനമായ സ്വാമിജി ഇരിക്കുന്നുണ്ട്. നിധി ശേഖരണോദ്ഘാടനം മഹാമണ്ഡലേശ്വര ഓമൂട്ട് ശ്രീ വിദ്യാനന്ദ സരസ്വതി സ്വാമി അഖില കർണാടക സാന്ത സമിതി അധ്യക്ഷൻ നിർവഹിച്ചു. ദേവസ്ഥാന പ്രസിഡന്റ് പ്രമോദ് പെരിയ അധ്യക്ഷത വഹിച്ചു.
പെരിയ ഗൗരീശങ്കര ക്ഷേത്ര പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാർത്യായനി കൃഷ്ണൻ, AM മുരളീധരൻ നായർ, സുനിൽകുമാർ മൂന്നാം കടവ്, കുഞ്ഞിക്കണ്ണൻ ബദരക്കടവ്, പെരിയ പുലിഭൂത ദേവസ്ഥാന കിഴക്കേക്കര പ്രാദേശിക സമിതി പ്രസിഡന്റ് ടി ചന്ദ്രൻ മഞ്ഞട്ട, കല്യോട്ട് കഴകം പ്രസിഡന്റ് ദാമോദരൻ, യദുകുമാർ, കാർത്തികേയൻ, അഡ്വക്കേറ്റ് MK ബാബുരാജ്, തമ്പാൻ നായർ പരപ്പക്കെട്ട്, ഭാസ്കരൻ മുരിയാനം, ഫസലു റഹ്മാൻ, ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാപ്പ നിയമം ലംഘിച്ച പ്രതിയെ ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. സൗത്ത് ചിത്താരി സ്വദേശി CK ഷഹീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. 1/4 കിലോയിലധികം MDMA പിടികൂടിയ കേസിൽ 3 പേർ കൂടി ബേക്കൽ പോലീസിന്റെ പിടിയിലായി. ഇതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം 6 ആയി. മുളിയാർ പോവൽ സ്വദേശി മുഹമ്മദ്, ഡാനിഷ് ചെങ്കള, ആലമ്പാടി സ്വദേശി അബ്ദുൽ ഖാദർ എന്നിവരാണ് പിടിയിലായത്. 23,038 പാക്കറ്റ് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടി. കാസർഗോഡ് ബീരൻവയൽ സ്വദേശി രാമാനന്ദ ചൌധരി എന്നയാളാണ് പിടിയിലായത്. കടൽക്ഷോഭത്തിൽ നിന്ന് തീരദേശ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP ഉദുമ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. കനത്ത മഴയെ പോലും വകവയ്ക്കാതെയാണ് പ്രവർത്തകർ ബേക്കലിൽ നിന്നും പ്രകടനവുമായി എത്തിയത്. 102 വയസ്സുള്ള മണ്ടേങ്ങാനത്തെ ചിരുതമ്മയ്ക്ക് നാടിന്റെ ആദരം. കോടോം വേളൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിൽ മണ്ടേങ്ങാനത്ത് താമസിക്കുന്ന 102 വയസ്സുള്ള ചിരുതമ്മയെയാണ് നാടൊന്നാക്കി ചേർന്ന് ആദരവ് നൽകിയത്. പുരുഷന്മാരുടെ കുത്തകയായ പൂരക്കളിയിൽ ചുവട് വെച്ച അങ്കനമാർ. കാസർഗോഡ് മടിക്കൈ നാദക്കോട്ട് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ വനിതാ കൂട്ടായ്മയാണ് പൂരക്കളി ശീലുകൾക്കൊപ്പം മനോഹരമായി ചുവടുവെച്ചത്. മികച്ച സാമൂഹിക പ്രവർത്തകർക്കുള്ള ഭാരത് സേവക സമാജം പുരസ്കാരം നേടി തിരിച്ചെത്തിയ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാതയ്ക്ക് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സഹ കൗൺസിലർമാരാണ് സ്വീകരണം ഒരുക്കിയത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.